നമുക്ക് വളരെ വേഗം തിരിച്ച് കൊയിലാണ്ടിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അവിടെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നതാണ് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം. രാജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മേഘ ടെലിഫോൺ ലൈനിലുണ്ട്. മേഘ, ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. കുറുവങ്ങാട് സ്വദേശിയായ രാജനാണ് മരിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. ഏതായാലും മരണം സ്ഥിരീകരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആന വിരണ്ടോടിയ സമയത്ത് ഭയന്ന് ഓടിയ ആളുകൾക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയത്. അതിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തിയായിരുന്നു രാജൻ. ഏതായാലും മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ ഇനിയും പരിക്ക് പറ്റിയ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഉത്സവത്തിന്റെ മുഖം തന്നെ പെട്ടെന്ന് മാറുന്നു. ഒരാന, മദം പൊട്ടിയ ആനയ്ക്കു പിറകിൽ ആന ആക്രമിക്കുന്നു, അതിന് പിന്നിൽ മറ്റൊരു ആനയെ കൂടി ആക്രമിക്കുന്നു. അങ്ങനെയാണ് ആളുകൾ പെട്ടെന്ന് ചിതറി ഓടുന്നത്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഓഫീസ് പൂർണ്ണമായും തകർത്ത നിലയിലാണ് ഉള്ളത്. ഈ ആന തകർത്ത നിലയിൽ അങ്ങനെയാണ് ഈ കെട്ടിടത്തിന്റെ പല അവശിഷ്ടങ്ങളും ആളുകൾക്ക് ശരീരത്തിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ആളുകളുടെ ഒക്കെ തന്നെയും നില എന്നത് നമുക്ക് വരും സമയങ്ങളിൽ കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷെ മരണം സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഈ കെട്ടിടം ഇടിഞ്ഞ് ശരീരത്തിലേക്ക് വീണ ആളുകളാണ്. മറ്റ് ഭയന്ന് ഓടിയ ആളുകൾക്കൊക്കെ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലിനു പൊട്ടുൾപ്പെടെ അങ്ങനത്തെ പരിക്കുകളാണ് പറ്റിയത്. ഏതായാലും മരണസംഖ്യ നിലവിൽ 3 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അമ്മുക്കുട്ടി 70 വയസ്സ്, ലീല 65 വയസ്സ്, രാജൻ 3 പേരും കുറുവങ്ങാട് സ്വദേശികളാണ്. അതായത് ഈ അമ്പലത്തിന് സമീപത്തെ പ്രദേശത്തിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. പരിക്കേറ്റ 34 പേരെ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും, പരിക്കേറ്റ മുഴുവൻ ആളുകളെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചു. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ചികിത്സ അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, 3 ആശുപത്രികളാണല്ലോ ഇപ്പോൾ. സ്വകാര്യ ആശുപത്രികൾ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് മനു. അതെ, കാരണം പെട്ടെന്ന് എത്തുന്ന ആളുകളെ ഓരോ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. അതിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ആളുകളെയാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും ഒപ്പം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയത്. ഇപ്പോഴത്തെ മരണം എന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. 34 പേർ അങ്ങനെ വിവിധ ആശുപത്രികളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമുണ്ട്. മെഡിക്കൽ കോളേജിൽ മാത്രം 34 പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട്. 5 പേർ നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിനു പുറമെ ഇനി വ്യക്തമല്ലാത്ത കണക്കുകൾ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു അല്ലേ മേഘ? തീർച്ചയായും. അതായത് ഈ ആളുകളെയൊക്കെ തന്നെയും പലയിടങ്ങളിൽ പരിക്കിന്റെ വ്യാപ്തി അനുസരിച്ച് ആംബുലൻസിൽ കയറ്റി പല ആശുപത്രികളിലേക്ക് കൊണ്ടുപോയ സാഹചര്യമാണ്. അല്പസമയത്തിനകം നമുക്ക് കൃത്യമായി എത്ര ആളുകളാണ് എന്നത് കൃത്യമായ കണക്ക് അല്പസമയത്തിനകം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 34 ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം.